നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഗോചരഫലം അഥവാ നക്ഷത്രഫലത്തിന്റെ ആധികാരിക വശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക എന്നുകൂടി ആദ്യമേ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന കൊല്ലവർഷം 1200 ആണ്ട് വരികയാണ്. ഒരു പുതുവർഷത്തെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. പുതുവർഷം നമുക്ക് എല്ലാവർക്കും വളരെ ഗംഭീരമായിരിക്കണമെന്നുള്ള ആഗ്രഹവുമുണ്ട്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഈശ്വരൻ സാധിക്കട്ടെ, എല്ലാവർക്കും നല്ലൊരു പുതുവർഷമാകട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാകും എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഗോചരഫലമാണ്, അതായത് നക്ഷത്രഫലം. ജന്മ ചന്ദ്രരാശിയുടെ അടിസ്ഥാനത്തിലാണ് ഗോചരഫലം പ്രവചിക്കുന്നത്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ഓരോ ഭാവങ്ങളിൽ കൂടി ഓരോ ഗ്രഹങ്ങൾ അതാത് സമയങ്ങളിൽ സഞ്ചരിക്കുമ്പോഴുള്ള ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഫലങ്ങളെയാണ് ഗോചരഫലം എന്ന് പറയുന്നത്. എന്നാൽ സൂക്ഷ്മമായി ഒരു വ്യക്തിയുടെ ഭാവി കാര്യങ്ങൾ നിർണ്ണയിക്കണമെങ്കിൽ ഗോചരഫലം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ജാതകം അനുസരിച്ച് ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ട മറ്റു കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഗോചരഫലത്തെ ചിന്തിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയുടെ ഫലപ്രവചനം സാധ്യമാകൂ. ഗോചരഫലത്തെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് വേണം കാണാൻ. ഇതിനും സാധ്യതകളുണ്ട്. ഇതിൽ ദോഷം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ദോഷമുണ്ടാകുന്നില്ല, ഗുണം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ഗുണവും ഉണ്ടാകുന്നില്ല. ദോഷവും ഗുണവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ജാതകവുമായിട്ട് ഘടിപ്പിച്ചുകൊണ്ട് ചിന്തിച്ച് ഇത് കിട്ടുമോ എന്നുള്ളത് പരിശോധിച്ച് ദോഷഫലങ്ങളെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളും ഗുണഫലങ്ങളെ വർദ്ധിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമുക്കിതിനെ പ്രയോജനപ്പെടുത്താം. ആ പ്രയോജനപ്പെടുത്തലാണ് ഈ നക്ഷത്രഫലം നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ. നമുക്ക് ആദ്യം മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം ശനി, വ്യാഴം, രാഹു, കേതുക്കൾ എന്നീ ഗ്രഹങ്ങള് ആണ് കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തുന്നത്. മറ്റു ഗ്രഹങ്ങളൊക്കെ അല്പാൽപമായിട്ട് മാത്രമാണ് സ്വാധീനം ചെലുത്തുന്നത്. പൊതുവെ ഈ 4 ഗ്രഹങ്ങളുടെയും ഫലങ്ങളെ അതാതിന്റെ ക്രമത്തിൽ പറഞ്ഞുകൊണ്ട് മേടക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ ആ ഗ്രഹങ്ങൾ ചെയ്യും, ചാരവശാൽ ചെയ്യും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ പൊതുവായിട്ടുള്ള ഫലത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് വീഡിയോ ഞാൻ പറയുന്നത്, ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആദ്യം ശനിയുടെ ഗോചര ഫലത്തെ നോക്കാം. ലാഭസ്ഥേ അന്യവധു സമാഗമ ധനായാന പ്രതാപോദയ എന്നാണ് ശനി 11ൽ നിന്നാനുള്ള ഫലത്തെ പറയുന്നത്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി 11ാം ഭാവത്തിലാണ്. ശനി മേടക്കൂറുകാർക്ക് 10ഉം 11ഉം ഭാവാധിപനാണ്, അനുകൂല ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ മേടക്കൂറുകാർക്ക് ശനി അതിഗംഭീരമായിട്ടുള്ള ഫലങ്ങളെയാണ് നൽകുന്നത്. ഗോചരവശാൽ 7, 8, 9, 10 ഭാവങ്ങളിൽ ശനി നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ചെയ്ത ദോഷങ്ങളുടെ എല്ലാം പരിഹാരം 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചെയ്യുമെന്നാണ്. അതായത് മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി തുലാം രാശിയിലും വൃശ്ചികം രാശിയിലും ധനുരാശിയിലും മകരൻ രാശിയിലും നിന്നപ്പോൾ ചെയ്ത ദോഷഫലങ്ങളെ, അതായത് ആ വ്യക്തിക്ക് ലഭിച്ച ദോഷഫലങ്ങളുടെ എല്ലാം പ്രായശ്ചിത്തം 11ാം ഭാവമായിട്ട് ഇപ്പോൾ ശനി നിൽക്കുന്ന കുംഭം രാശിയിൽ നിൽക്കുമ്പോൾ ചെയ്യുമെന്നാണ്. അതായത് കഴിഞ്ഞ 10 വർഷം, ഇതിനു മുമ്പുള്ള 10 വർഷം ചെയ്ത ദോഷഫലങ്ങൾക്ക് ശനി പരിഹാരം ചെയ്യുമെന്നാണ് അർത്ഥം. അത്ര ഗംഭീരമായിട്ടാണ് 11ലെ ശനിയുടെ ഫലത്തെ പറയുന്നത്. ലാഭസ്ഥേ അന്യവധു സമാഗമ ധനായാന പ്രതാപോദയ എന്നാണ് ശനിയുടെ ഫലം. അതായത് അന്യസ്ത്രീ പ്രാപ്തി, ദാമ്പത്യസുഖം, ധനലാഭം, പ്രതാപം, പുഷ്ടി എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. പൊതുവെ പറഞ്ഞാൽ സർവകാര്യ വിജയങ്ങളും മേന്മയും ഒക്കെ ലഭിക്കുന്ന സമയമാണ് ശനി 11ൽ മേടക്കൂറുകാർക്ക് നൽകുക. അതായത് സർവാഭീഷ്ട സിദ്ധി ഉണ്ടാകുമെന്നർത്ഥം. ധനധാന്യ സമൃദ്ധി, ഉദ്യോഗലബ്ധി, ഉദ്യോഗത്തിൽ ഉന്നതി, വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് വിവാഹ തടസ്സം മാറി വിവാഹം നടക്കുക, അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകളൊക്കെ വരിക, കൂടാതെ എല്ലാവിധത്തിലുമുള്ള അഭീഷ്ടങ്ങൾ സാധിക്കുന്ന അവസരങ്ങൾ വരിക, ഇതൊക്കെയാണ് ശനിയുടെ ഫലത്തെ പറയേണ്ടത്. അടുത്തത് നമുക്ക് മേടക്കൂറുകാർക്ക് വ്യാഴം ചെയ്യുന്ന ഫലങ്ങളെ ഒന്ന് നോക്കാം. വ്യാഴം 9, 12 ഭാവാധിപനാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച്. 9ാം ഭാവം ഭാഗ്യസ്ഥാനമാണ്, 12ാം ഭാവം നഷ്ടസ്ഥാനമാണ്, ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം. ഇപ്പോൾ വ്യാഴം മേടക്കൂറുകാർക്ക് 2ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ദ്വിതീയ സ്ഥിതി അർദ്ധസ്യലാഭ രിപുക്ഷയ സുദൃശ്യാം ഭോഗ എന്നാണ് വ്യാഴം 2ൽ നിന്നാലുള്ള ഫലമായി ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ധനലാഭം, ശത്രുക്ഷയം, ഭോഗസുഖം, ദ്രവ്യലാഭം, സ്ത്രീലാഭം എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ്. ഇനി നമുക്ക് മേടക്കൂറുകാർക്ക് രാഹു ചെയ്യുന്ന
ഫലങ്ങളെ ഒന്ന് നോക്കാം. രാഹു 12ാം ഭാവത്തിലാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ അതികഠിനമായിട്ടുള്ള ദുഃഖം, ധനനാശം, സഞ്ചാരക്ലേശം, കാര്യതടസ്സം, രോഗപീഠ, കർമ്മരംഗത്ത് സ്തംഭനം എന്നിവ അനുഭവപ്പെടാം. എന്നാൽ രാഹു വ്യാഴത്തിന്റെ രാശിയിലാണ് നിൽക്കുന്നത്. വ്യാഴം മേടക്കൂറുകാർക്ക് അനുകൂല ഭാവത്തിലുമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദോഷഫലങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ വർഷാവസാനം, അതായത് 2025 മെയ് 18-ാം തീയതി രാഹു രാശി മാറി 11ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് വർഷാവസാനം രാഹു ധനധാന്യ സമൃദ്ധി, അംഗീകാരം, കീർത്തി എന്നീ നല്ല ഫലങ്ങളെയും നൽകും. പൊതുവെ വ്യാഴവും ശനിയും അനുകൂലമായതുകൊണ്ട് തന്നെ രാഹു കേതുക്കൾക്ക് അവിടെ പ്രസക്തിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മേടക്കൂറുകാരെ സംബന്ധിച്ച് കേതു 6ാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്ഥാനലാഭം, നൂതന സ്വർണ്ണാഭരണ വസ്ത്ര ലാഭം, നേതൃപദവി, ശത്രുനാശം, കേസ് വഴക്ക് എന്നിവയിൽ വിജയം, രോഗശാന്തി എന്നിവയൊക്കെ 6ൽ നിൽക്കുന്ന കേതു പ്രദാനം ചെയ്യും. 2025 മെയ് 18-ാം തീയതി കേതു 5ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ആ സമയത്ത് ശത്രുക്ലേശവും ധനനാശവും സന്താന ദുരിതവും ഒക്കെ ഉണ്ടായേക്കാം. അതേപോലെ തന്നെ വ്യാഴം 14/5/2025 മിഥുനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ മേടക്കൂറുകാർക്ക് 3ാം ഭാവത്തിലാണ് വ്യാഴം. സ്വാൻ പദ ഭ്രംശാൻ കാര്യവിഹിതിച്ച എന്നാണ്. അതായത് 14/5/2025 മേടക്കൂറുകാർക്ക് സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം, കാര്യങ്ങൾക്ക് തടസ്സം തുടങ്ങിയ കാര്യങ്ങളും ഉണ്ടായേക്കാം. അതായത് വർഷാവസാനം സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം പോലെയുള്ള തൊഴിൽ മാറ്റത്തിനും കാര്യതടസ്സങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ 29/3/2025 ശനി രാശി മാറി മീനൻ രാശിയിലേക്ക് എത്തും. രംഭകേ ദുഃഖം പരമ്പരാപുനി മധ്യേ മുഹു മജ്ജനം സ്യാൽ എന്നാണ്. അതായത് 12ലേക്ക് ശനി കൂടി എത്തുകയാണ് മേടക്കൂറുകാർക്ക് വർഷത്തിന്റെ അവസാനം. ശനിയും രാഹുവും ഒക്കെ മേടക്കൂറുകാരെ സംബന്ധിച്ച് കൊല്ലവർഷം 1200 അവസാന സമയമാകുമ്പോഴത്തേക്കും ദോഷസ്ഥാനങ്ങളിലേക്ക് വരികയാണ്. ആ സമയത്ത് വേണ്ട കരുതൽ എടുക്കേണ്ടതാണ്. അതുവരെ വളരെ നല്ല സമയമാണ്. കരുതൽ എടുക്കുക. ഈ നല്ല അനുകൂല സമയത്തെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നുള്ള നമ്മുടെ പഴമൊഴി ഓർക്കുക. ഇപ്പോൾ നല്ല സമയമാണ്. ആ അനുകൂല സമയത്തെ പ്രയോജനപ്പെടുത്തിയ കഠിനാധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുക. കൊല്ലവർഷം 1200 അവസാനത്തോടു കൂടി നഷ്ടങ്ങൾ ഉണ്ടാകാതെ അതിനുവേണ്ട കരുതലും കൂടി എടുത്ത് സ്വരൂപിച്ചു വെക്കുക. നിങ്ങൾക്ക് നല്ല വിജയമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ ഈ നക്ഷത്രഫലം അങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. വർഷാവസാനം ശനിയും വ്യാഴവും അനുകൂലമല്ല എന്ന് പറഞ്ഞുവെങ്കിലും 1200-ാം ആണ്ടിൽ 5 ഗ്രഹയുദ്ധങ്ങളുണ്ട്. ആ ഗ്രഹയുദ്ധങ്ങൾ ഒന്നും തന്നെ മേടക്കൂറുകാരെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. 1200-ാം ആണ്ട് കുംഭം ഇടവം മാസങ്ങളിലാണ് ഈ 5 ഗ്രഹയുദ്ധങ്ങളും നടക്കുക. അത് മേടക്കൂറുകാർക്ക് ദോഷകരമല്ല. കൂടാതെ കൊല്ലവർഷം 1200-ാം ആണ്ടിലെ വിഷു വർഷത്തിലെ വിഷു ഫലത്തെ മേടക്കൂറുകാർക്ക് അനുകൂല ഫലമാണ് എന്നതും ആശ്വാസകരമാണ്. അതുകൊണ്ട് തന്നെ വർഷാവസാനം വ്യാഴവും ശനിയും അനുകൂലത്തിലല്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ അനുകൂല സമയം വെച്ചിട്ട് അതിന്റെ പ്രയോജനത്തിന്റെ അലയൊലികൾ പിന്നീട് അങ്ങോട്ട് തുടർന്ന് നമുക്ക് മേടക്കൂറുകാരുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചേക്കാം. അതിന്റെ വേണ്ട കരുതലെടുക്കുക, ഈശ്വരനെ വിളിക്കുക, പ്രാർത്ഥനകൾ ചെയ്യുക. ഇനി നമുക്ക് മേടക്കൂറുകാരുടെ മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ ഫലം ചിന്തിച്ചുകൊണ്ട് ഓരോ നക്ഷത്രക്കാരെ, മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലത്തെ ഒന്ന് നോക്കാം. അതായത് മേടക്കൂറിൽ വരുന്നത് ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതിക്കാർക്ക് ഈ പറയുന്ന ഫലങ്ങളെല്ലാം പൂർണ്ണ തോതിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ആത്മീയ കാര്യങ്ങൾക്കും സത്കർമ്മങ്ങൾക്കും വേണ്ടി അശ്വതിക്കാർക്ക് പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങളും വരും. നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ വരും എന്നർത്ഥം. കൂടാതെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് സഞ്ചാരത്തിന് അവസരങ്ങൾ അശ്വതിക്കാർക്ക് ഉണ്ടാകും. ഭരണി നക്ഷത്രമാണ് രണ്ടാമത്തെ നക്ഷത്രം. ഭരണിക്കാരെ സംബന്ധിച്ച് കൊല്ലവർഷം 1200-ാം ആണ്ടിൽ വാഹനം, വസ്തു ഇവയുടെ ലഭ്യതകൾ ഉണ്ടാകാം. ആഭരണം, വസ്ത്രം തുടങ്ങിയ ലാഭമുണ്ടാകാം. കൂടാതെ പൊതുവെ ഐശ്വര്യങ്ങളുടെ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും അധികരിച്ച അവസ്ഥ ലഭിക്കാം. കൂടാതെ അവിചാരിതമായിട്ടുള്ള ധനലാഭവും ഭരണി നക്ഷത്രക്കാർക്കുണ്ടാകാം. മൂന്നാമത്തെ നക്ഷത്രം കാർത്തികയുടെ കാൽഭാഗം വരുന്ന ഭാഗമാണ്. കാർത്തികക്കാരെ സംബന്ധിച്ച് വിശേഷമായി പറയേണ്ടത് ഔദ്യോഗികമായി ഉന്നതി ഉണ്ടാകുമെന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് മേടക്കൂറുകാരുടെയും മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെയും പൊതുവായിട്ടുള്ള ഗോചര ഫലം പറയേണ്ടിയിരിക്കുന്നത്. ഈ അവതരണ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. ഇതാണ് ആധികാരികമായിട്ടുള്ള അവതരണം.
മേടക്കൂറുകാർക്ക് വരാൻ പോകുന്ന വിഷുഫലം കൂടി അനുകൂലമാണ്. അത് പ്രയോജനപ്പെടുത്തുക, നല്ല പ്രവർത്തനങ്ങളിലൂടെ ഭാവിയിലേക്കുള്ള കരുതൽ എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക. വരും ദിവസങ്ങളിൽ മറ്റ് രാശിക്കാരുടെയും നക്ഷത്രഫലവുമായി നമുക്ക് കാണേണ്ടതാണ്. നന്ദി, നമസ്കാരം, ശുഭദിനം.